ഒരച്ഛൻ തൻ്റെ 4 ആൺമക്കളെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്, ഇതെൻ്റെ ലൈഫ് ടൈം സേവിങ്സ് ആണ്, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒന്നെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നമുക്കിത് വെച്ചൊരു ബിസിനസ് ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അങ്ങനെ ഇവർ 4 മക്കളും ഒരുപാട് ആലോചിക്കുന്നു. എന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ അമേരിക്കയിൽ ഒരു ബർഗർ ഷോപ്പ് ഇടുകയാണ്. ആ അച്ഛൻ്റെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ആ മക്കളുടെ ഹാർഡ് വർക്കും എന്ന് തന്നെ പറയാം, ആ ഒരു ബർഗർ ബിസിനസ് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു. അതാണ് ഫൈവ് ഗൈസ് എന്ന് പറയുന്നത്. ഇന്ന് അമേരിക്കയിൽ ഏകദേശം 2 ബില്യൺ വാല്യുവേഷനുള്ള ഒരു ബിസിനസ്സായിട്ട് അത് മാറി. ഞാൻ ഇവരുടെ ഈ സ്റ്റോറി വെച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും എത്ര അച്ഛന്മാർക്കുണ്ട് അങ്ങനെ ഒരു ധൈര്യം? നമ്മുടെ ലൈഫ് ടൈം സേവിങ്സ് ഒക്കെ എടുത്ത് തൻ്റെ മക്കളെ എടുത്ത് വിളിച്ചിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് പറയാനുള്ള ധൈര്യം പലർക്കും അതില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ ബിസിനസ്സുകൾ ഉണ്ടായി വന്നേനെ. ഈ അജ്മിയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് വേണം, ഒരു വാപ്പായും 2 മക്കളും, ആ വാപ്പാക്ക് ആ 2 മക്കളുള്ള വിശ്വാസം, അതുപോലെ ആ മക്കൾ ആ വിശ്വാസത്തെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നെന്താണ്, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡായിട്ട് അജ്മി മാറി. ശരിക്കും ഈ ഫാമിലി ബിസിനസ്സിൻ്റെ പവർ അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് വെച്ചൊരു തളർച്ച ഉണ്ടായാൽ നമ്മളെ പിടിച്ചു നിർത്താൻ നമ്മുടെ കുടുംബം കൂടെ ഉണ്ടാവും.